ദൈവനാമത്തുണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. കാനാവിലെ കല്യാണത്തിന് യേശുവിനെ ക്ഷണിച്ചിരുന്നു. ഇത് മറിയയാണ് പറയുന്നത്. അവൻ യേശുക്കുറിച്ച് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്നാണ് അവിടെ പ്രൈസ് ദി ലോർഡ് യേശുവിന് വേണ്ടി ആദ്യത്തെ അത്ഭുതത്തിൻ്റെ തുടക്കം കുറിച്ചത്. ദൈവവചനത്തിൽ പ്രൈസ് ദി ലോർഡ് 1-2 സ്ത്രീകളെ കുറിച്ചാണ് ഇന്നത്തെ സന്ദേശം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതും ഒരു സ്ത്രീയാണ്. മറിയ എന്ന് പറയുന്ന യേശുവിനെ ജനിക്കുവാൻ ഉദരം കൊടുത്ത മറിയയാണത്. അതുകൊണ്ട് തുടക്കത്തിൽ മറിയയാണ് അതിൻ്റെ സംഭാവന ചെയ്തത്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. നമുക്ക് ഏദേൻ തോട്ടത്തിൽ 2 പേരെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിരുന്നു. അവിടെ ഒരു സ്ത്രീയും ഒരു പുരുഷനുമായിരുന്നു. പക്ഷേ സ്ത്രീയാണ് ദൈവം പറഞ്ഞ നിയമം ലംഘിച്ചത്. തുടക്കത്തിലെ സ്ത്രീയാണ് പാപത്തിൻ്റെ കുഴിയിൽ വീണത്. കനി പറിച്ചു തിന്ന് തൻ്റെ കൂട്ടു സഹായിക്കൂടെ കൊടുത്തു. അതായത് ആദാമിന് കൊടുത്ത് ഹവ്വയാണിത് ചെയ്തത്. 2 പേരും പാപത്തിൽ അകപ്പെട്ട്. ഇവിടെ സ്ത്രീ പാപത്തിൽ അകപ്പെട്ടപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന് ആദ്യമായി അത്ഭുതം ചെയ്യുവാൻ ഒരു സ്ത്രീയാണ് പറയുന്നത്, മറിയയാണ് പറയുന്നത്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ഇവിടെ ആദ്യത്തെ സ്ത്രീ ചെയ്തത് എന്തോന്നറിയാമോ? ദൈവം പറഞ്ഞ് കനി പറിച്ച് തിന്നരുതെന്നാ. അത് കേൾക്കാതെ പറിച്ച് തിന്നു. അപ്പോൾ ആദ്യത്തെ സ്ത്രീ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചപ്പോൾ സുവിശേഷത്തിൽ ആദ്യത്തെ സ്ത്രീ യേശുക്രിസ്തുവിന് ആദ്യത്തെ അത്ഭുതത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുന്നു. നമുക്ക് പഠിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മാനവരാശി സകലരും പാപത്തിൽ അകപ്പെട്ടത് ഒരു സ്ത്രീയാണ്. ഈ പാമ്പിൻ്റെ വാക്ക് കേട്ട് പ്രൈസ് ദി ലോർഡ് കനി പറിച്ചു തിന്നത്, ഭർത്താവിനും കൊടുത്തത്. ദൈവം നടക്കുന്ന ഒച്ച അവർ കേട്ട് അവർ ഭയപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവം ചെയ്ത അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വാക്ക് പാലിച്ചില്ല. ആ ഭയമാണ് അവർ ഉള്ളിൽ തട്ടിയത്. കാരണം തെറ്റ് ചെയ്തു പോയി. അതവർ അനുഭവിക്കാനിടയായി തീർന്നു. കാരണം അവരുടെ തേജസ്സൊക്കെ നഷ്ടപ്പെട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ട് കേവലം ഒരു മനുഷ്യനായി അവർ മാറി. പഴയ അവസ്ഥയെല്ലാം മാറിപ്പോയി. ദൈവം വിളിച്ചു പറഞ്ഞത് നീ എവിടെ എന്നാണ്. കാരണം പ്രൈസ് ദി ലോർഡ് ഏദേൻ തോട്ടത്തിൽ അവരില്ല. ഏദേൻ തോട്ടം അതുപോലെ നഷ്ടപ്പെട്ടു പോയി. ഈ കനി പറിച്ച് തിന്നപ്പം തന്നെ എല്ലാം നഷ്ടപ്പെട്ടു. 1 ഏദേൻ തോട്ടം നഷ്ടപ്പെട്ട്, 2 തേജസ് നഷ്ടപ്പെട്ടു. കേവലം ഒരു മനുഷ്യനായി മാറി. പ്രൈസ് ദി ലോർഡ്. ആദാമ കുലത്തിൽപ്പെട്ട പ്രൈസ് ദി ലോർഡ് പരമ്പരയായി ഇന്ന് വരെയും മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. കൃപയിലത്രേ നാം ഈ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാൻ ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നഷ്ടമാക്കിയിരിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി. ആ തേജസ് നഷ്ടപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെ സ്തോത്രം തേജസ് നൽകുകയാണ്. കൃപയിലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സകലരും പാപിയാണ്. ദൈവത്തിൻ്റെ കൃപ തന്ന്
പ്രേക്ഷകർ നമ്മെ പാപത്തിൽ മോചിതരാക്കിയെടുക്കുകയാണ്. ജീവിതത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പാപികളാണ്. പക്ഷെ കൃപയിൽ അത്രേ അവൻ്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ചിരിക്കുന്നത്. 1, കൃപയാൽ കഴുകൽ പ്രാപിച്ചിരിക്കുന്നത്. 2, കൃപയാൽ ദൈവമക്കളായി. 3, കൃപയാൽ നമ്മൾ ജീവിതത്തിൽ പേരെഴുതിയിരിക്കുന്നത്. പ്രേക്ഷകർ 4, കൃപയാൽ നാം ദൈവവുമായി ബന്ധമായിരിക്കുക. ദൈവത്തിൻ്റെ കൃപയാണ്. അവനെ കൈക്കൊണ്ട് അവർ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അധികാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു. അത് കൃപയാലാ, ആന്തരികമായ കൃപയാൽ, അതായത് ആത്മാവിൻ്റെ കൃപയാലാണ് നാം ദൈവമക്കളായിരിക്കുന്നത്. 1, ദൈവമക്കളാകുവാനുള്ള പദവി കൃപയാൽ. 2, ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിച്ചത് കൃപയാൽ. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ദൈവം നമ്മുടെ യോഗ്യത കണ്ടല്ല, അതൊക്കെ കൃപയാൽ അത്രയും നമുക്ക് യോഗ്യത ദൈവം നൽകിയിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രശംസിക്കാനൊന്നുമില്ല, മാത്രമല്ല എല്ലാം കൃപയാലാ. നീ ഇപ്പം നന്മ അനുഭവിക്കുന്നത് കൃപയാൽ, നീ ദൈവവേലയിലായിരിക്കുന്നത് കൃപയാൽ, നീ ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്നത് കൃപയാൽ, നീ ശുശ്രൂഷിക്കുന്ന കൃപയാൽ, നീ നന്മയിൽ ദൈവം നിൽക്കുന്നെങ്കിൽ അത് കൃപയാൽ. എല്ലാം കൃപയാൽ ദൈവം നമുക്ക് അനുഗ്രഹം നൽകിയിരിക്കുക. ഒരു യോഗ്യത ഇല്ലായിരുന്ന സ്ഥാനത്ത് കൃപ നൽകി. യോഗ്യതയിലെ സ്ഥാനത്താക്കുന്നതാണ് കൃപ എന്ന് പറയുന്നത്. പ്രൊഫസറോട് നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൃപയാൽ നമ്മെ കരുതിയിരിക്കുകയാണ്. പ്രൊഫസറാമേൻ. അപ്പോൾ ആദ്യ സ്ത്രീ പുരുഷനെയും പ്രൊഫസറാമേ ആ തെറ്റിലേക്ക് നയിച്ചത് ആദ്യത്തെ സ്ത്രീയാണ്. എങ്കിലും പുതിയ നിയമത്തിൽ വരുമ്പോൾ ആദ്യത്തെ അത്ഭുതം വഴി തുറന്നു കൊടുക്കുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പേരാണ് മറിയ. അവൻ വല്ലതും കൽപ്പിക്കുന്നെങ്കിൽ അത് ചെയ്യും. പ്രൊഫസറാമേ കുറച്ച് കഴിഞ്ഞപ്പോൾ കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു. അന്ന് വിരുന്നുകാർക്ക് കൊടുത്തു തീർന്നു. അവരുടെ പ്രധാനപ്പെട്ട വിശിഷ്ടേറിയതാണ് വിരുന്ന് ഒരുക്കുമ്പോൾ ഈ വീഞ്ഞ് ഒരുക്കുന്നത് കൊണ്ട്. വീഞ്ഞെന്ന് പറയുമ്പോൾ മദ്യലഹരികളൊന്നുമല്ല, നല്ല വീഞ്ഞ്, ലഹരിയില്ലാത്തതായ നല്ല ഒന്നാം തരം വീഞ്ഞാണ് അവർ കൊടുത്തത്. അവർ പച്ചവെള്ളം 6 കൽപാത്രങ്ങളിൽ ഒഴിച്ച് നിറച്ച് എന്നിട്ട് പറഞ്ഞ് ഇത് വിരുന്ന് കഴിക്കാർ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഇത് പ്രൊഫസറാമ ആദ്യം കുടിച്ചവർക്ക് കൊണ്ട് കൊടുത്തു. എനിക്ക് തോന്നുന്നു പ്രൊഫസറാമ സാധാരണ കുടിച്ചവർ കൊടുക്കത്തില്ല, കാരണം അവർ വിരുന്ന് വന്ന് അവർ കൊടുത്തു പിന്നെ കഴിക്കത്തില്ല, അവർ ഒരു പ്രാവശ്യം കഴിക്കും. പക്ഷെ ഇത് കുടിച്ചവർ വീണ്ടും അവരെ കൊണ്ട് കൊടുത്ത് അവർ കുടിച്ചു നോക്കിയപ്പോൾ ഇത്ര നല്ല വീഞ്ഞ് എവിടെ വെച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ അതിന് മുമ്പ് കഴിച്ച വീഞ്ഞ് അത്ര പോരാ. യേശു കൊടുത്ത വീഞ്ഞ് കൊടുത്തപ്പോൾ നല്ല വീഞ്ഞ്, ഇത്ര വീഞ്ഞ്, നിങ്ങൾ ഇത്രയും നല്ല വീഞ്ഞ് എവിടെ വെച്ചിരുന്നു. സ്തോത്രം. അപ്പോൾ അവർ അറിയുന്നില്ല ഇത് യേശുവാണ് ചെയ്തത്. പക്ഷെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി കർത്താവായ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർന്നു. അവർ ഒരു അത്ഭുതം അവിടെ നടന്നു. പ്രൊഫസറാമേ. അടുത്ത ഒരു സ്ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഫസറാമേ ഇയ്യോബിൻ്റെ ഭാര്യ ഒരു സ്ത്രീയാണ്. യോബിനോട് വളരെ കഷ്ടത യോബ് ഇരിക്കുമ്പോൾ, ശോധനയിൽ സ്ത്രീ എന്ന് പറയുകയാണ്, എന്തിനാ ഈ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്, കെട്ടിത്തൂങ്ങി ചത്തൂടെ. അവിടെ നീ പൊട്ടി സംസാരിക്കുന്നു പറഞ്ഞു. ഭാര്യ ഭർത്താവിനെ ആശ്വസിപ്പിക്കേണ്ട ഭാര്യ യോനോട് ഇങ്ങനെ പറയേണ്ടത്, ചേട്ടാ പ്രൊഫസറാമേ, ഭാരപ്പെടുള്ള ദൈവം എല്ലാത്തിനും പരിഹാരം തരും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയേണ്ട സ്ഥാനത്ത് എന്തോത്തിനാ ഈ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു പറഞ്ഞു. അവിടെ സ്ത്രീയാണ് അവിടെ പ്രൊഫസറാമേ പ്രവർത്തിക്കുന്നത്. പ്രൊഫസറോ. പിന്നെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പുറന്നോട്ട് ചലിപ്പിച്ചത് സ്ത്രീയാ. അതായത് സാറ ഒരു സ്ത്രീയാ. അബ്രഹാമിലെ വിശ്വാസവും പ്രാർത്ഥനയിൽ പോകുമ്പോൾ ഇനിയിപ്പോൾ സന്ധിയൊന്നും ഉണ്ടാവില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, പ്രായം ചെന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് നമുക്ക് ദാസി എന്നൊരു കുഞ്ഞിനെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞ് ദാസി എന്നൊരു കുഞ്ഞിനെ ജനിച്ച് അവൻ്റെ പേര് ഇസ്മേൽ ജനിച്ചു.
അങ്ങനെ വിശ്വാസത്തിന് പുറന്നോട്ട് വലിച്ചത് സ്തോത്രം അതൊരു സ്ത്രീയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഓർക്കണം, സ്ത്രീയുടെ ഒരു പങ്ക് വേദപുസ്തകത്തിലുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ആദാവിനെ പാപത്തിൽ അകപ്പെടുത്തിയത് സ്ത്രീയാ. രണ്ട്, യോബിന്റെ ജീവിതത്തിൽ വിശ്വാസത്തെ കോട്ടം വരുത്താൻ ചെന്നത് സ്ത്രീയാ. മൂന്ന്, പ്രൈസ് ദി ലോർഡ്, അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത് ഒരു സ്ത്രീയാ. പിന്നെ സുവിശേഷത്തിൽ വരുമ്പോൾ മറിയ എന്ന സ്ത്രീ, അവിടെ പറയുന്നു ഒരു തുടക്കം, അതായത് അവൻ വല്ലതും കൽപ്പിക്കുന്നെങ്കിൽ അത് ചെയ്യുവേ. സ്തോത്രം. അപ്പോൾ സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ നന്മ ഉള്ളിടത്ത് തിന്മയുണ്ട്, തിന്മ ഉള്ളിടത്ത് നന്മയുണ്ട്, നന്മ ഉള്ളിടത്ത് തിന്മയുണ്ട്, നന്മ ഉള്ളിടത്ത് തിന്മ പുറപ്പെടും. അതായത് നന്മ ഉള്ളിടത്ത് തിന്മ പുറപ്പെടുന്നത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ, നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം വെളിപ്പെട്ട് വരും. വെളിപ്പെട്ട് വരാതിരിക്കേണ്ടതിന് പിശാച് പല പദ്ധതികളും ചെയ്തിരിക്കുക. വെളിപ്പെട്ട് വരാതിരിക്കുവാൻ പ്രൈസ് ദി ലോർഡ് അവൻ വലിയ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, കർത്താവിൽ സ്തോത്രം ശരണപ്പെട്ട് സ്തോത്രം പ്രാർത്ഥിച്ചുമെടുത്ത നിന്റെ വാഗ്ദത്തങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് വെളിപ്പെടാതിരിക്കുവാൻ ശത്രു ചെയ്യുന്ന പല പദ്ധതികളുമുണ്ട്. അതിനെ ജയിക്കണമെങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ മാത്രമേ കഴിയൂ. ഉപവാസത്തിലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി വിട്ടുപോകില്ല, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകില്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടാതിരിക്കാൻ ശത്രു ചെയ്യുന്ന ചില പദ്ധതികളുണ്ട്. അതിനെ പൊളിക്കുവാൻ എൻ്റെ ദൈവമായ നസറേയനായ യേശുവിന് മാത്രമേ കഴിയും. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ, ആലോചനകൾ, വാഗ്ദത്തങ്ങളുണ്ട്. അത് വെളിപ്പെടാതിരിക്കാൻ പിശാച് പദ്ധതി ഒരുക്കിയിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തോ, ദൈവത്തെ വിശ്വസിക്കൂ, ദൈവത്തെ മുറുകെ പിടിക്കൂ. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും പ്രൈസ് ദി ലോർഡ് നിൻ്റെ അനുഗ്രഹം വെളിപ്പെട്ട് വരും. ദൈവം അനുഗ്രഹിച്ചിരിക്കുക. ദൈവത്തിന് വചനം പറയുന്നു, യഹോവ ഭക്തന്മാരെ ചെറിയവരും വലിയവരും അനുഗ്രഹിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ അനുഗ്രഹം, നമ്മുടെ പ്രൈസ് വാഗ്ദത്തങ്ങൾ നമ്മളിലുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നില്ല, ശത്രു മറച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ നീ പ്രാർത്ഥിക്കുമെങ്കിൽ, നിൻ്റെ ജീവിതത്തിന് പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് വെളിപ്പെട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവം, സർവശക്തനായ ദൈവം, ഓ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പ്രൈസ് ദി ലോർഡ് കാണുമാറാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഓ സ്തോത്രം. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, പൂർവ്വപിതാക്കന്മാരുടെ ദൈവം യേശു ഭൂമിയിലേക്ക് വന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ പദ്ധതികൾ, ആലോചനകൾ നിറവേറ്റി തരേണ്ടതിന് നാം പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അത് വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ പറയും, പ്രാർത്ഥിച്ചിട്ട് ഒന്നും ലഭിക്കുന്നില്ല, കേട്ടാ എൻ്റെ പ്രയാസം തന്നെ. പക്ഷേ അത് വെളിപ്പെട്ട് വരുന്നതിനായി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെട്ട് വരണം. എന്നിൽ നിന്നുള്ളതായ ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തങ്ങൾ പ്രൈസ് ദി ലോർഡ് അത് വെളിപ്പെട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നത് വൈകിയാലും അത് സമാപ്തിയിലേക്ക് ചെന്നെത്തുന്നു. അതായത് അത് ഒരിക്കൽ വെളിപ്പെട്ട് വരും. അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ നഷ്ടപ്പെട്ടവരായിരിക്കുന്ന അനുഭവമല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന അനുഭവമല്ല, എല്ലാം പോയ ദൈവം കൈവിട്ടേ എന്നുള്ള അനുഭവമല്ല. മറിച്ച് പ്രൈസ് എൻ്റെ ദൈവം ഹല്ലേലൂയ എന്നിലുള്ള അനുഗ്രഹം
ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് പ്രൈസലാമേ, സ്ത്രീ തുടക്കത്തിൽ പ്രൈസലാമേ മാനവരാജ്യ പാപത്തിൽ പ്രൈസലാമേ വീഴ്ത്തിയെങ്കിൽ പരിഹാരം യേശു ക്രിസ്തു നൽകി. എന്നാൽ കാനാവിലെ കല്യാണത്തിന് ഒരു സ്ത്രീയാണ് തുടക്കം വെച്ചത്. അവൻ വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. പ്രൈസലോട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.